ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനൈക്ക് വേണ്ടിയിട്ട് മാർച്ച് മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല, നിങ്ങളുടെ ലൈഫിനെ മാച്ച് ആവില്ല അത്. അപ്പോൾ മാച്ച് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് വിടുക. എന്നുവെച്ചാൽ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കില്ല, വേറെ ഏതോ ജെമിനൈക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ ആണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പിംഗ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ചെയ്യണത് കുറേ ഇമ്പോർട്ടൻ്റ് ആണ്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യാൻ വേണ്ട കൂടെ പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷേ അത് നിങ്ങളുടെ എനർജി മാത്രം ടാപ്പ് ചെയ്തിട്ടാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ് അത്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റും ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലും കുറേ ആക്റ്റീവ് ആണ്. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യണം വെച്ചാൽ അതിൻ്റെ ഹാൻഡിൽ ഞാൻ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ വേറെ തരത്തിലാണ് ഞാൻ മെസ്സേജസ് ഇടാറ്. അപ്പോൾ അത് ഇവിടെ ഞാൻ ഇടാറില്ല. ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ അത് ഷെയർ ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെച്ചാൽ അവിടെയും എന്നെ ഫോളോ ചെയ്ത് എക്സ്ട്രാ മെസ്സേജസ് കിട്ടാം. ആൻഡ് അവിടെയും നിങ്ങൾക്ക് വേണമെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യാം പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് മാർച്ച് മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജെമിനി എങ്ങനെയായിരിക്കും എന്ന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ജെമിനി, നിങ്ങളുടെ ഓവറോൾ എനർജി, മാർച്ച് മാസത്തിൻ്റെ ഓവറോൾ എനർജി നിങ്ങളുടെ 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങളുടെ പാസ്റ്റിൽ എനർജി ഉള്ളത്, നിങ്ങളുടെ പാസ്റ്റിൻ്റെ എനർജി സ്ട്രെങ്ത് ആയിരുന്നു. നിങ്ങളുടെ കറണ്ട് മാർച്ചിൻ്റെ എനർജി ക്വീൻ ഓഫ് കപ്സ് ആണ്. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഉള്ള എനർജി ഏസ് ഓഫ് കപ്സ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം, മാർച്ച് മാസത്തിൻ്റെ ചാലഞ്ച് നിങ്ങളുടെ കിങ് ഓഫ് സോഡ്സ്, അഡ്വൈസ് നിങ്ങൾക്ക് ഏസ് ഓഫ് സോഡ്സ് ആണ്. ടെൻ ഓഫ് സോഡ്സ് ആണ് ഹിഡൻ ഫാക്ടറിൽ. ആൻഡ് ഔട്ട്കം നിങ്ങളുടെ ഈ കാർഡാണ്. ഇത് നമ്മൾ എൻഡിലാണ് തുറന്ന് നോക്കാൻ പോണത് എന്താണെന്നത്. അപ്പോൾ 5 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി ജെമിനി. ഒരു ലോ സെൽഫ് കോൺഫിഡൻസിൻ്റെ എനർജിയാണ് ഇത്. ഈ മാസം കുറച്ചൊരു നെഗറ്റീവ് തോട്ട്സ് കുറേ ഉണ്ടാവും നിങ്ങളുടെ മനസ്സിൽ. ഇതൊരു റിജക്ഷൻ്റെ എനർജിയും കൂടിയാണ്. അപ്പോൾ ഈ മാസം നിങ്ങൾ ഒരു ബ്രേക്കപ്പിൻ്റെ കാരണമായിരിക്കും ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ എന്തോ വർക്കൗട്ട് ചെയ്തില്ല, നിങ്ങൾ പ്ലാൻ ചെയ്ത മാതിരി നടന്നില്ല. ഇത് ഒരു ജോലിയുടെ നഷ്ടത്തിൻ്റെ എനർജിയും ആവാം. അതല്ല വെച്ചാൽ പൈസയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അത്ര പറഞ്ഞ കുറേ ഓവർ സ്പെൻഡിങ്ങിൻ്റെ കാരണം കുറേ പൈസ ചിലവായതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് അത്ര പൈസ ഇല്ല എന്ന് അങ്ങനെ ഒരു ഫീലിംഗ് ആയിരിക്കാം. അപ്പോൾ എന്തോ ഒരു ലോ ഫീലിംഗ് ആണ്. ഓക്കെ, ഡിസപ്പോയിൻമെൻറ്റിൻ്റെ എനർജിയാണ് 5 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഇതിനെ ക്ലാരിഫൈ ചെയ്ത് നോക്കുമ്പോൾ 2 ഓഫ് വാൻഡ്സ് ആൻഡ് ക്വീൻ ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിൽ എന്താ വേണ്ടതെന്നാണ് പ്ലാൻ ചെയ്യണത് മാർച്ചിൽ. എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്ന് ആ ഡിസിഷനാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത്. നിങ്ങൾ ഡീൽ ചെയ്യണത് ഒരു ഫയർ സൈൻ്റെ കൂടെ ആയിരിക്കും, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഈ പേഴ്സണിൻ്റെ കാരണമായിരിക്കും നിങ്ങൾ ഇത്രയും കോൺഫിഡൻസ് നിങ്ങളുടെ ഇല്ലാത്തത്. ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പർ ആയിരിക്കാം, ഒരു പാർട്ട്ണർ ആയിരിക്കാം, ജോലിയിൽ കൊലീഗ് ആയിരിക്കാം, ഫ്രണ്ട് ആയിരിക്കാം. പക്ഷെ ഈ പേഴ്സൺ കുറേ കോൺഫിഡൻ്റ് ആണ്. ഓക്കെ, അവർ കുറേ പാഷനറ്റ് ആണ് അവരുടെ കാര്യത്തിൽ. അപ്പോൾ അവരുടെ ആൻഡ് അഗൈൻ ഇതൊരു റിലേഷൻഷിപ്പ് ആണെന്ന് വെച്ചാൽ മേ ബി നിങ്ങൾക്കൊരു ലോ സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കും. അത് ഈ പേഴ്സണിനെ മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഈ പേഴ്സണിൻ്റെ മാതിരി അല്ല ഞാൻ, അതുകൊണ്ട് എനിക്ക് ഈ പേഴ്സൺ ചിലപ്പോൾ റിജക്റ്റ് ചെയ്യും, അങ്ങനത്തെ ഒരു പേടിയും ആവാം. അപ്പോൾ എന്തായാലും ഇവിടെ ഞാൻ ഒരു വേറെ പേഴ്സണിൻ്റെ എനർജി കാണുന്നുണ്ട്. ഓക്കെ, ക്വീൻ ഓഫ് വാൻഡ്സ്.
അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ സ്ട്രെങ്ത് ആണ്. പാസ്റ്റിലും നിങ്ങൾ ഇത് ലീവ് എനർജിയാണ്. പാസ്റ്റിലും നിങ്ങൾ ഒരു ബോൾഡായി ഡിസിഷൻ എടുക്കാൻ നോക്കി. കുറച്ച് ചാലഞ്ചസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ പാസ്റ്റിൽ, പക്ഷെ അത് നിങ്ങൾ എങ്ങനെയൊക്കെയോ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്തിൻ്റെ കാരണം നിങ്ങൾ അതിനെ ഓവർകം ചെയ്യാൻ നോക്കി. അതിനെ ആ ഫിയറിനെ എഫക്റ്റ് ചെയ്യാണ്ട് ഡിസിഷൻ എടുക്കാൻ നോക്കി. ഫോർ സോർഡ്സ്, ഇവിടെ ഞാനൊരു സെപ്പറേഷൻ ആണ് കാണുന്നത്. ഓക്കെ, ഏതോ ഒരു സിറ്റുവേഷനിൽ മേ ബി നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്തുനിന്ന് സെപ്പറേറ്റഡ് ആയിരിക്കാം. പേജ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ പേജ് ഓഫ് കപ്സ് ഒരു പുതിയ ബിഗിനിങ് ആണ് ലവിൽ. അതല്ലച്ച ഇത് ആരോ സോറി പറയാൻ മെസ്സേജ് ചെയ്യുന്നുണ്ടാവും, നിങ്ങളെ കോൾ ചെയ്യുന്നുണ്ടാവും, കോണ്ടാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ഈ പേഴ്സണിൻ്റെ കൂടെ ഒട്ടും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. നിങ്ങൾ ഈ പേഴ്സണെ ഫർഗിവ് ചെയ്യാൻ റെഡി ആയിരിക്കില്ല. ഇവർ എന്തോ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ഒരു ഡിസ്റ്റൻസ് വെക്കണത് ഈ പേഴ്സണിൻ്റെ അടുത്ത്. എന്തോ ഒരു സെപ്പറേഷൻ ഞാൻ കാണുന്നുണ്ട്. ക്വീൻ ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ കറണ്ട് എനർജി. അപ്പോൾ ക്വീൻ ഓഫ് കപ്സ് സെൽഫ് ലവിൻ്റെ എനർജിയാണ്. ആൻഡ് ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഓഫർ തരുന്നുണ്ടാവും, ഇല്ല വെച്ചാൽ അവർ കുറേ ശ്രമിക്കുന്നുണ്ടാവും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ. പക്ഷെ ഇവിടെ ഡെത്ത് എനർജി ഉണ്ട്, സ്കോർപ്പിയോ എനർജി ആൻഡ് 6 ഓഫ് വാൻഡ്സ് ഉണ്ട്. അപ്പം ഞാനിവിടെ കാണുന്നത് ഒരു സിറ്റുവേഷനിൽ എന്തോ ഒരു വലിയ എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, എന്തോ വലിയ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. മാർച്ചിൽ നിങ്ങൾ പാസ്റ്റിനെ വിട്ടിട്ട് മുമ്പോട്ടാണ് പോണത്. നിങ്ങളുടെ ലൈഫിൽ കുറേ ഓപ്ഷൻസും കൂടി ഉണ്ട്. ഞാൻ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ പുതിയ ആൾക്കാർ കുറേ വരാൻ പോകുന്നുണ്ട്. ആൻഡ് കരിയറിലും സക്സസ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ കുറേ പുതിയ ആൾക്കാർ, പുതിയ ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെ ആ എനർജിയിലാണ് നിങ്ങൾ മാർച്ചിൽ. ഏസ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ. അപ്പോൾ ഏസ് ഓഫ് കപ്സ് ഒരു പുതിയ ബിഗിനിങ് ആണ് ലവിൽ. നിങ്ങളൊരു പുതിയ പേഴ്സണെ മീറ്റ് ചെയ്യണു. ആൻഡ് ആ പേഴ്സൻ്റെ കൂടെ ഇവിടെ ഞാനൊരു ഫ്യൂച്ചറാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ ഷുവർ അല്ല ഇത് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എന്ന്. എന്നുവെച്ചാൽ ഇവിടുത്തെ കുറേ ഓഫേഴ്സ് ഉണ്ട്. ഏസ് ഓഫ് വാൻഡ്സ് ഉണ്ട്, ഏസ് ഓഫ് കപ്സ് ഉണ്ട്, 4 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഈ കുറേ ഓഫേഴ്സ് ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഷുവർ അല്ല അത് ഏത് ഓഫറാണ് നിങ്ങളുടെ പറഞ്ഞ ഏത് പേഴ്സൺ ആണ് ഒരു ജെന്വിൻ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്യൂച്ചർ പാർട്ട്ണറിനെ മാതിരി ഒരു പേഴ്സൺ പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേഴ്സൺ, അങ്ങനത്തെ എനർജിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണത്. പക്ഷെ ഇത്രയും ഓപ്ഷൻസ് ഉണ്ടാകുമ്പോൾ കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. ട്രസ്റ്റ് ചെയ്യാനും പറ്റില്ല, കുറെ പേടിയുണ്ട് നിങ്ങൾക്ക്. എന്നുവെച്ചാൽ മുമ്പും നിങ്ങൾ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ട് അത് വർക്ക് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ കുറെ ഒരു ഹെസിറ്റേഷൻ ഉണ്ട് മുമ്പോട്ട് പോവാൻ. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം കിങ് ഓഫ് സോഡ്സ് ആണ്, അക്വേരിയസ് എനർജി. ഇത് പ്രാക്ടിക്കൽ തിങ്കിങ്ങിൻ്റെ എനർജിയാണ്. ഈ മാസം നിങ്ങൾക്ക് പ്രാക്ടിക്കലായി കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുന്നില്ല, ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. കിങ് ഓഫ് വാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻസും ഉണ്ട്, 2 ലവ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഒരു കിങ് ഓഫ് വാൻഡ്സ് ഉണ്ട്, ഒരു കിങ് ഓഫ് സോഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കിങ് ഓഫ് സോഡ്സ് നിങ്ങളുടെ എനർജി ആയിരിക്കാം, പക്ഷെ കിങ് ഓഫ് വാൻഡ്സ് മറ്റേ പേഴ്സൻ്റെ എനർജിയാണ്. ഇവിടെ ടെംപ്റ്റേഷനും കുറേ ഉണ്ട്. അപ്പം നിങ്ങൾ ഒരു പേഴ്സൻ്റെ അടുത്തുനിന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു അട്രാക്ഷൻ ഉണ്ട് വെച്ചാൽ ഇതൊരു ഒബ്സെഷൻ ആയിട്ട് മാറണു. നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്, പക്ഷെ എവിടെയോ ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിയല്ല. ഈ ഡെവിൽ എനർജി പറയുന്നത് ടോക്സിക് എനർജിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഓറൽസ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഈ പേഴ്സണെ നിങ്ങൾ കുറേ ഒരു വേറെ മാതിരിയാണ് നിങ്ങൾ പറഞ്ഞ ഇവരുടെ റെഡ് ഫ്ലാഗ്സ് എല്ലാം ഇഗ്നോർ ചെയ്തിട്ടാണ് ഈ പേഴ്സണിൻ്റെ കൂടെ തന്നെ ഫ്യൂച്ചർ വേണം എന്ന് അങ്ങനെ ഒരു മനസ്സിൽ വെച്ചിരിക്കുന്നു. ആൻഡ് അതിൻ്റെ കാരണം ഈ പേഴ്സണിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെച്ചാലും നിങ്ങൾ അതിനെ ഇഗ്നോർ ചെയ്യണം. ആൻഡ് അതാണ് ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങളുടെ. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ക്ലിയറായി ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. നിങ്ങൾ കുറേ ഒരു ബയസ്ഡ് ആയിട്ടാണ് ഡിസിഷൻ എടുക്കണേ. ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സും പറയണത് എന്താ വെച്ചാൽ ക്ലിയറായി ഡിസിഷൻ എടുക്കുക, ക്ലിയറായി കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നുവെച്ചാൽ കുറേ കാര്യങ്ങൾ പുറത്തു വരാൻ പോകുന്നുണ്ട് ഈ മാസം. ആൻഡ് നിങ്ങൾക്ക് ക്ലിയറായിട്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും. ഇത്ര ക്ലാരിറ്റി ഉണ്ടായിട്ടും നിങ്ങൾ ഷുവർ അല്ലാച്ച
യൂണിവേഴ്സ് പറയണത് കുറച്ച് വെയിറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട മാതിരി തന്നെ ഒരു ഫ്യൂച്ചർ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ എന്താ വിഷ് ചെയ്യണമെന്ന് വെച്ചാൽ അത് സൂക്ഷിച്ചിട്ട് വേണം വിഷ് ചെയ്യാൻ. എന്നുവെച്ചാൽ ആ വിഷ് ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ നിങ്ങൾ വിഷ് ചെയ്യണത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഫ്യൂച്ചറിൽ ശരിയായ ഓപ്ഷൻ ആണോ എന്നാണ് നിങ്ങൾക്ക് തീരുമാനിക്കേണ്ടത്. ഇവിടെ 4 ഓഫ് വോൺസ് ഉണ്ട്, 5 ഓഫ് വോൺസ് ഉണ്ട്. ഇത് കോൺഫ്ലിക്റ്റിന്റെ എനർജിയാണ്, തേർഡ് പാർട്ടിയുടെ എനർജിയാണ്. അപ്പൊ നിങ്ങൾ വിഷ് ചെയ്യണ ഫ്യൂച്ചറിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഒരു പേഴ്സണിന്റെ അടുത്തുനിന്ന് പാസ്റ്റിന് ഒരു എൻഡിങ് ഉണ്ടായി, നിങ്ങൾക്ക് ആ പേഴ്സൺ ഇഷ്ടമായിരിക്കും, പക്ഷെ അവരുടെ ലൈഫിൽ വേറെ കാര്യങ്ങളും ഉണ്ട്, അതൊക്കെ പുറത്തു വരാൻ പോണേ ഉള്ളൂ. ആൻഡ് നിങ്ങൾക്ക് അത് മനസ്സിലാവണില്ല വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ യൂണിവേഴ്സ് ആ ഹിന്റ് നിങ്ങൾക്ക് ഇവിടെയാണ് തരണത്. ഈ റിലേഷൻഷിപ്പിൽ കുറെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഓക്കെ, എന്നുവെച്ചാൽ ഇവിടെ വേറെ ആൾക്കാരും ഇൻവോൾവ് ആണ്. 10 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ. ഇത് ഒരു ബിട്രയലിന്റെ എനർജിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേഴ്സൺ ട്രസ്റ്റ് വർതി ആണോ എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് ഡിസിഷൻ ഉണ്ടാക്കാൻ പറയണത്. എന്നുവെച്ചാൽ ഇവിടെ ഞാനൊരു ബിട്രയൽ ആണ് കാണുന്നത്. ഈ പേഴ്സൺ, അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരെ എന്തോ നിങ്ങളെ അറിയിക്കാണ്ട് അവരുടെ വേറെ അഫെയർസ് ഉണ്ട്, ഇല്ലെങ്കിൽ അവർ വേറെ ആൾക്കാരുടെ കൂടെ ഇൻവോൾവ് ആണ്. പേജ് ഓഫ് പെന്റിക്കിൾസ്, എംപ്രസ് ഉണ്ട് ഇവിടെ ഒരു പ്രഗ്നൻസിയും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ഓൾറെഡി മാരിഡ് ആയിരിക്കാം, അവരുടെ കുട്ടികളുണ്ടാവാം, അത് അവർ നിങ്ങളോട് പറഞ്ഞില്ല. അതല്ല വെച്ചാൽ അവരുടെ ലൈഫിൽ വേറെ ഒരു പേഴ്സൺ ഉണ്ട്, ആ പേഴ്സൺ പ്രഗ്നന്റ് ആണ്. ആൻഡ് ആ കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ മാസമാണ് മനസ്സിലാവണത്. ഓക്കെ, ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഹെർമിറ്റ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് കുറെ സൂക്ഷിച്ചിട്ട് വേണം ഡിസിഷൻ എടുക്കാൻ. ഇത് ആദ്യം ആ സെയിം മെസ്സേജാണ് പുറത്തു വരണത്. സെയിം മെസ്സേജ്, ഈ സൂക്ഷിച്ചിട്ട് വേണം ഡിസിഷൻ എടുക്കുക. എന്നുവെച്ചാൽ എന്തോ നിങ്ങൾക്ക് അറിയാം ശരിയല്ലാന്ന്, അത് അറിഞ്ഞിട്ടും നിങ്ങൾ ആ പേഴ്സണിന് വേണ്ടിയിട്ട് തന്നെയാണ് പ്രേ ചെയ്യണത്, ഹോപ്പ് ചെയ്യണത്, ഒരു റീകൺസിലിയേഷൻ വേണം എന്ന് പറയണത്. അത് ചിലപ്പോൾ ഒരു ശരിയാവാത്ത പറഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചറിന് അത് ഒരു വെരി നെഗറ്റീവ് വേയിൽ ബാധിക്കും. ഓക്കെ, ഇവിടെ പേജ് ഓഫ് വോൺസ് ഉണ്ട്. ഈ പേഴ്സൺ ഇമ്മച്യോർ മാതിരി എനർജിയിലാണ്. ആൻഡ് അവരുടെ ഡെഫിനറ്റ്ലി കുട്ടികളുണ്ട്, ഓറൽസ് അവരെന്തോ നിങ്ങളോട് പറഞ്ഞില്ല, എന്തോ ഒരു അവർ ഒളിപ്പിക്കണ്ട, അവരുടെ ലൈഫിനെ കുറിച്ച് എന്തോ കാര്യം അവർ നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ല ഇതുവരെ. ആൻഡ് അതാണ് ഇവിടെ ഒരു വാർണിംഗ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരണത്. അത് നിങ്ങൾ തീരുമാനിക്കുന്ന ഡിസിഷൻ നിങ്ങൾക്കത് കിട്ടും, ആ പേഴ്സൺ തിരിച്ചു വരും. പക്ഷെ അതാണോ നിങ്ങൾക്ക് വേണ്ടേ? എന്നുവെച്ചാൽ ഈ പേഴ്സന്റെ എനർജി കാണുമ്പോൾ അവരെന്തോ ഒരു സീരിയസ് മാറ്റർ നിങ്ങളോട് പറയാണ്ട് നിങ്ങളെ എവിടെയോ ശരി പറഞ്ഞാൽ എന്തോ ആ കോൺഫ്ലിക്റ്റ് പിന്നെ ഫ്യൂച്ചറിൽ നിങ്ങളെ ഒരു നെഗറ്റീവ് വേയിൽ അത് എഫക്റ്റ് ചെയ്യും എന്നാണ് ഇവിടെ ഞാൻ കാണുന്നത്. നിങ്ങൾ കുറെ ബിട്രേഡ് ആയി ഫീൽ ചെയ്യും ഈ പേഴ്സന്റെ ആ കാര്യം മനസ്സിലാക്കുമ്പോൾ. അപ്പൊ എന്താണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ്? ജെമിനായി, ഇവിടെ ഞാൻ ഫയർ സൈൻ കുറെ കാണുന്നുണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്, വെർഗോ ഉണ്ട്, ലീബ്ര ഉണ്ട്, ടോറസ് ഉണ്ട്. അപ്പൊ എന്താണ് ഇവിടെ മെസ്സേജ്? ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ എന്ന് വന്നിരിക്കണു. അപ്പോ ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ, നിങ്ങൾ വിചാരിക്കുന്നത് ഇത് പോസിബിൾ അല്ലാന്ന് അതും ഉണ്ടാവാൻ വഴിയുണ്ട്. ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ. അപ്പോൾ കുറേ ഇമോഷണൽ സമയമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാർച്ചിൽ. ഓക്കെ, അപ്പോൾ സൂപ്പർ മൂൺ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ബ്ലൂ മൂൺ എഴുതിയിട്ടുണ്ട്. ബ്ലൂ മൂൺ ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നു, ഷുവർ അല്ല ഞാൻ. പക്ഷെ എന്തായാലും ഇവിടെ സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ, നമ്മൾ മാർച്ചിൽ എക്ലിപ്സ് ഉണ്ടാവാൻ പോകുന്നുണ്ട്, ലൂണാർ എക്ലിപ്സ് ഉണ്ട്, സോലാർ എക്ലിപ്സ് വരാൻ പോകുന്നുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെയാണ് ഇൻഡിക്കേഷൻ. ആ സമയത്തായിരിക്കും കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ടാവുക. ആ സമയത്തായിരിക്കും ഈ സിറ്റുവേഷൻ കുറച്ചുകൂടിയും ഒരു ആക്റ്റീവ് ആവുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ് ജെമിനായി. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു. റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്, നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ വേണം വെച്ചാൽ ഒരു പേഴ്സണൽ റീഡിങ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എടുക്കണം. ആൻഡ് എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ പറഞ്ഞ മാതിരി പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക.
ആൻഡ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.